ഹായ് നമസ്കാരം. ഇന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെ പ്രണയദിനം കഴിഞ്ഞുള്ള ദിവസമാണ്. വാലന്റൈൻസ് ഡേ കഴിഞ്ഞുള്ള ദിവസം. വാലന്റൈൻസ് ഡേക്ക് കണ്ട ഒരു സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ സിനിമയിലെ ചില ഭാഗങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് കരുതിയതാണ്. ഇന്ന് സിനിമ കാണാമെന്ന് കരുതിയതാണ്, പക്ഷേ സിനിമ കാണാനുള്ള അവസരമൊന്നും കിട്ടിയില്ല. നല്ല ജോലി തിരക്കുകളായിരുന്നു. അതിനിടയിലാണ് ഭക്ഷണം കഴിക്കുമ്പോഴോ മറ്റോ ഞാനൊരു സിനിമയിലെ കുറച്ച് രംഗങ്ങൾ, അതും നമ്മുടെ മമ്മൂക്കയുടെ സിനിമയിലെ ചില പ്രണയ രംഗങ്ങൾ ഞാൻ കാണുന്നുണ്ടാവുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് പലരും പറയാറുള്ള അദ്ദേഹത്തിന് പ്രണയ രംഗങ്ങൾ അഭിനയിക്കാൻ തീരെ കഴിവില്ലാത്തൊരു വ്യക്തി എന്നൊക്കെയാണ് പലരും പറയാറ്. പക്ഷേ ഞാനത് കണ്ടപ്പോൾ അതിശയിച്ചു പോയി. അത്ര മനോഹരമായിട്ടാണ് ആ പ്രണയം, അതിൻ്റെ തീവ്രതകളൊക്കെ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. ഒരു പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന തലത്തിലായിരിക്കണമെന്നില്ല എല്ലാവരും പ്രണയത്തിൻ്റെ ഭാഗങ്ങൾ അഭിനയിക്കുന്നതോ അല്ലെങ്കിൽ അത് അനുഭവിക്കുന്നതോ ഒക്കെ. അപ്പോൾ അതാണ് ശരി, ഇതാണ് തെറ്റെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏതായാലും ഈ സിനിമ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, ഉറപ്പാണ്. ബാലു മഹേന്ദ്ര എന്ന സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു കലാസൃഷ്ടിയായിട്ട് അറിയപ്പെടുന്ന സിനിമയാണ് നമ്മുടെ മമ്മൂക്ക നായകനായി അഭിനയിച്ച തിലകൻ സാറൊക്കെ അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയായിട്ടുള്ള യാത്ര എന്ന സിനിമ. മലയാളത്തിലും യാത്ര അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്, തെലുങ്കിലും അദ്ദേഹത്തിൻ്റെ യാത്ര വന്നിട്ടുണ്ട്. തെലുങ്കിലെ യാത്ര ഒരു പൊളിറ്റിക്കൽ മൂവിയാണെങ്കിൽ മലയാളത്തിലെ യാത്ര ഒരു റൊമാൻറ്റിക് ലവ് സ്റ്റോറി തന്നെയാണത്. അത് ഒരു ദുരന്ത പര്യവസാനിയായി പോകേണ്ട ഒരു കഥയായിരുന്നു, പക്ഷേ അത് രസകരമായിട്ട് അവസാന നിമിഷത്തിലേക്ക് അത് കൊണ്ടുചെന്നെത്തിക്കുന്നത് എത്ര മനോഹരമായിട്ടാണ്. അതിൻ്റെ ക്ലൈമാക്സ് തന്നെയാണ് ഇന്നും എനിക്ക് ഓർമ്മയിൽ നിൽക്കുന്നത്. ഞാനതൊരു 1ാം ക്ലാസ്സിലും മറ്റു പഠിക്കുമ്പോൾ ആദ്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ട സിനിമകളിൽ ഒന്നാണ് ഈ സിനിമ. അതും എൻ്റെ അമ്മ വീട്ടിൽ നിന്ന് എൻ്റെ ജോസച്ചനും അതുപോലെ തന്നെ എൻ്റെ മേമമാരുടെയും കൂടെ പോയ ഒരു സിനിമയാണ്. ഡേസി മേമയും അതുപോലെ തന്നെ ലീന മേമ, ജെസി മേമ, ഇവരുടെ കൂടെ പോയൊരു സിനിമയാണത്. അത് പെരിങ്ങോട് സംഗീതയിലാണെന്ന് എൻ്റെ ഓർമ്മ. പെരിങ്ങോടോ അല്ലെങ്കിൽ പെരിങ്ങോടാവാനാണ് സാധ്യത. അപ്പോൾ അമ്മ വീട് കറുകപ്പത്തൂരാണ്. അപ്പോൾ അവിടെ പോയി കണ്ട ഒരു ഓർമ്മയാണത്. ലാസ്റ്റ് സീൻ അത് ഇന്നും ഓർമ്മയിൽ നിൽക്കുകയാണ്. ആകെ ദീപങ്ങൾ കത്തിച്ച് വെച്ച് കാത്തിരിക്കുന്ന ആ തുളസീനെ കാണിച്ചുകൊണ്ട് അപ്പോൾ നായകൻ അവിടേക്ക് എത്തുകയും നായികയും വീണ്ടും കാണുകയും, ഒരുപാട് വർഷങ്ങൾ 10 വർഷങ്ങൾക്ക് ശേഷമാണ് അവർ കാണുന്നത്. അവർ വന്ന വണ്ടിയിലുള്ള എല്ലാവരും നായകൻ വന്ന വണ്ടിയിലുള്ള ടൂറ് പോകുന്ന സ്കൂളിലത്തെ കുട്ടികളും അതുപോലെ തന്നെ അധ്യാപകരും അതുപോലെ അവരുടെ അടുത്ത് കഥ പറയുന്നതും അവരുടെ പാട്ടുകളും ഒക്കെ രസകരമായിട്ട് വന്ന അവസാനം ഒന്നിച്ചു രണ്ടോമൺ പൈങ്കിളികൾ എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോഴും എത്ര മനോഹരമായിട്ടാണ് പ്രണയം നമ്മുടെ മമ്മൂക്കയിൽ കൈകാര്യം ചെയ്തതെന്ന് ഒന്ന് ഓർത്തു പോവുകയാണ്. ഇന്നും എവർഗ്രീൻ ക്ലാസിക് ക്ലൈമാക്സുകളിൽ ഒന്നായിട്ട് നിൽക്കുകയാണ് യാത്രയിലേത്, അല്ലേ?